ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന എൻക്വയറിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന ഹിക്യൂഷിൻ്റെ ഈസ്വിസ് ബ്രാൻഡിൽ വരുന്ന H9C ക്യാമറ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ H9C എന്ന് പറഞ്ഞ ഒരു ഡ്യുവൽ ലെൻസ് ക്യാമറ ആയതുകൊണ്ട് അതിൽ നിങ്ങൾക്കറിയാം 2 ലെൻസുകൾ, ഇപ്പോൾ ഇതേപോലെ തന്നെ 2 ലെൻസുകളാണ് വരുന്നത്. അപ്പോൾ ഒരു ക്യാമറ മേടിച്ച് കഴിഞ്ഞാൽ 2 ക്യാമറയുടെ ഗുണം കിട്ടും. അതായത് ഒരു ഫിക്സഡ് ലെൻസും ഉണ്ട്, ഒരു റൊട്ടേഷൻ ലെൻസും ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അതിന് സിമിലർ ആയിട്ട് വരുന്ന മറ്റൊരു പ്രോഡക്റ്റാണ് IMOU എന്ന് പറയുന്നത്, IMU എന്നൊക്കെ പറയാറുള്ള നമ്മുടെ ഈ ഒരു ക്യാമറ. ചില കാര്യങ്ങളിൽ രണ്ടുപേരും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ബേസിക്കലി രണ്ടും ഏതാണ്ട് സിമിലർ ക്വാളിറ്റി തന്നെയാണ് വരുന്നത്. ഇത് 5 മെഗാ പിക്സൽ പ്ലസ് 5 മെഗാ പിക്സൽ, അതായത് ഇവിടെ 10 മെഗാ പിക്സൽ എന്ന് അവർ എഴുതിയിരിക്കുന്നത്. ഇതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണെന്ന് പറയാം. ആക്ച്വലി ഇത് 10 മെഗാ പിക്സൽ അല്ല, 5 മെഗാ പിക്സലിൻ്റെ ഒരു ലെൻസും താഴെ വേറൊരു 5 മെഗാ പിക്സലിൻ്റെ മറ്റൊരു ലെൻസുമാണ് വരുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് മേടിച്ചാൽ മതി എന്നല്ലേ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി കേൾക്കുമ്പോൾ IMOU ഇതൊരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആണോ എന്ന് ചിലപ്പോൾ ചില ആളുകൾക്ക് എന്തെങ്കിലും തോന്നിക്കാണും. അപ്പോൾ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. ലോകത്തെ 2ാം സ്ഥാനമാണ് CCTV ക്യാമറകളിൽ ദഹുവ എന്നുള്ള കമ്പനിക്കുള്ളത്. അവരുടെ വൈഫൈ ബ്രാൻഡാണ് IMOU എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങാവുന്ന നല്ല പ്രോഡക്റ്റാണ്, ലാർജ് വോളിയമാണ് അവർ ലോകത്ത് മുഴുവൻ വിറ്റുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന പ്രോഡക്റ്റ് എന്തായാലും അപ്പോൾ ഒരു പൊട്ട കമ്പനിയുടെ പ്രോഡക്റ്റ് അല്ല, അടിപൊളി സാധനം തന്നെയാണ്. അപ്പോൾ ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡ്യുവൽ ലെൻസ് ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതുപോലെ ആൽഗോ പ്ലേ എന്ന് പറയുന്ന ഒരു പരിപാടി വരുന്നുണ്ട്. അതായത് നമ്മൾ ഹിക്യൂഷനിലൊക്കെ പറയുമല്ലേ അക്യൂസെൻസ്, അതുപോലെ തന്നെ ആൽഗോ പ്ലേ എന്ന് പറഞ്ഞൊരു AI ഫീച്ചർ വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഹ്യൂമൻ ഡിറ്റക്ഷൻ, വെഹിക്കിൾ ഡിറ്റക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തരുന്നത്. പിന്നെ കളർ നൈറ്റ് വിഷനാണ് വരുന്നത്. അത് സ്മാർട്ട് മോഡിൽ നമുക്ക് ഇടാം. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിൽക്കും, ആരെങ്കിലും വരുമ്പോൾ കളറിലേക്ക് മാറുക. അതുപോലെ തന്നെ 2-way ടോക്ക് വരുന്നുണ്ട്. മോഷൻ ആക്ടിവേറ്റഡ് സ്പോട്ട് ലൈറ്റ് ഉണ്ട്, അതായത് അലാം അടിപ്പിക്കാൻ നമുക്ക് പറ്റും. അതുപോലെ തന്നെ ഫ്ലാഷ് ലൈറ്റും, ഒരു നമ്മുടെ ഈ പോലീസുകാരുടെയും അതുപോലെ തന്നെ ആംബുലൻസിൻ്റെ ഒക്കെ മുകളിലുള്ള കൂട്ട് ചെറിയ ലൈറ്റുകൾ ഇതിൻ്റെ മുകളിൽ വരുന്നുണ്ട്, റെഡും ബ്ലൂവും. അപ്പോൾ അത് തെളിയും. അതാണ് മോഷൻ ആക്ടിവേറ്റഡ് സ്പോട്ട് ലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കളർ ലൈറ്റും തെളിയുന്നതാണ്. പിന്നെ പാൻ ടിൽറ്റാണ്. അതുപോലെ തന്നെ വൈഫൈ വയേർഡ്, അതെല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വൈഫൈ കണക്ടിവിറ്റി ഉണ്ടോ, വയേർഡ് കണക്ടിവിറ്റി ഉണ്ടോ, അത് രണ്ടും ഇതിനകത്ത് വരുന്നുണ്ട്. വാട്ടർ പ്രൂഫാണ്. വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ റെസിസ്റ്റൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. വെള്ളമൊന്നും കയറാൻ ഒരു ചാൻസും ഇല്ല പുറത്ത് വെച്ച് കഴിഞ്ഞാൽ, മഴ പെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. അല്ലാതെ ഇപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അകത്തേക്ക് മുക്കി പിടിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ചിലപ്പോൾ വെള്ളം കയറിയെന്ന് വരും. ഇത് മഴയിൽ വെച്ചാലും പ്രശ്നങ്ങളൊന്നും വരില്ല. അതുപോലെ തന്നെ ക്ലൗഡ് ഓപ്ഷനും അവൈലബിൾ ആണ്. അത് പെയ്ഡ് ആയിട്ടുള്ള ഓപ്ഷനാണ് കേട്ടോ. പിന്നെ മെമ്മറി കാർഡ് ഇടാൻ സാധിക്കും. 512 GB മെമ്മറി കാർഡാണ് നമുക്ക് ഇതിൽ ഇടാൻ സാധിക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ക്യാമറ കൂടെയാണ് ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്യാമറ അൺബോക്സ് ചെയ്തിട്ട് ബാക്കി എന്തൊക്കെയാണ് ഇതിനകത്തുള്ള എന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ ബോക്സിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ ഈ ക്യാമറ ഒരു പ്രാവശ്യം ഒന്ന് പൊട്ടിച്ചാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ പൊക്കത്തിരുന്നിട്ടുണ്ടായിരുന്ന ഈ ബുക്ക്ലെറ്റൊക്കെ താഴേക്ക് പോയത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ വായിച്ച് നോക്കാവുന്ന രീതിയിലൊരു ബുക്ക്ലെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്യാമറ വയേർഡ് ആയിട്ടുള്ള ക്യാമറയും കൂടെ ആണല്ലോ, അതുകൊണ്ട് തന്നെ വെതർ പ്രൂഫ് ഗ്ലാൻഡ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടുതൽ സ്ക്രൂ സെറ്റ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്യാമറയുണ്ട്, അതിൻ്റെ അഡാപ്റ്ററുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഞാനത് കാണിച്ചുതരാം. ഇത് ഇങ്ങനെ കിടക്കുന്നത് ഞാൻ ഓൾറെഡി ഞങ്ങളോട് പറഞ്ഞല്ലോ, ഞാനത് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ഈ ഒരു അഡാപ്റ്റർ എന്ന് പറഞ്ഞാൽ 12 വോൾട്ട് 1 ആംപിയറിൻ്റെ അഡാപ്റ്ററാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 1.5 മീറ്റർ ലെങ്താണ് അതിനുള്ളത്. ഇതാണ് ഫിക്സഡ് ലെൻസ് എന്ന് പറയുന്നത്. പക്ഷേ അതിങ്ങനെ നേരെ ഇങ്ങനെ ഇരിക്കുകയല്ല ചെയ്യാൻ, നമുക്ക് എങ്ങോട്ടെങ്കിലും തിരിച്ച് മാറ്റി വെക്കണമെങ്കിൽ അത് മാറ്റി വയ്ക്കാം. പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് തിരിയത്തില്ല. അങ്ങനെ തിരിയുന്നത് മൊബൈലിലൂടെയൊക്കെ തിരിയുന്നത് ഈ ഒരു ലെൻസാണ്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ലെൻസാണ്. പിന്നെ അത് നമുക്ക് താഴേക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ താഴത്തേക്ക് നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് മെമ്മറി കാർഡൊക്കെ ഇടാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. സിം എടുത്ത ക്യാമറ അല്ല കേട്ടോ, വൈഫൈ പ്ലസ് വയേർഡ് കണക്ടിവിറ്റിയാണ്. നമ്മുടെ ഈ ഒരു ക്യാമറ ഇതേപോലെ IMOU ലൈഫ് എന്നുള്ള ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 2 ക്യാമറയായിട്ടായിരിക്കും ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. ഈ താഴത്ത് കൊടുത്തിരിക്കുന്നത് PT ലെൻസാണ്. ഇവിടെ നോട്ട് ചെയ്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫിക്സഡ് ലെൻസാണ് മുകളിൽ കാണുന്നത്. രണ്ടും ഏതാണ്ട് സിമിലർ വ്യൂ തന്നെയാണ് കേട്ടോ. വലിയ വ്യത്യാസമൊന്നും അതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. പിന്നെ ഈ ഒരു PT ലെൻസിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ പാൻ ടിൽറ്റ് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അത് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതേപോലെ.
പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ക്യാമറയുടെ വ്യൂ പറയുവാണെന്നുണ്ടെങ്കിൽ നല്ല പക്ക ക്ലിയർ ആണ് കേട്ടോ. നിങ്ങൾക്ക് അതിവിടെ കാണാൻ സാധിക്കുന്നതാണ്. നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. ഇത് നമ്മുടെ രണ്ടാമത്തെ ക്യാമറയല്ല, രണ്ടാമത്തെ ലെൻസാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെൻസ് മുകളിലോട്ട് കയറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി സൂമിങ് പറയുവാണെങ്കിൽ ഇത് ഇത്രയും സൂമിങ് ആയിരിക്കും വരുന്നത്. ഇതൊരു ഡിജിറ്റൽ സൂമിങ് ആണ്. നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ മനസ്സിലാവും ഇതിൻ്റെ ക്വാളിറ്റി ലോസ് വരും സൂം ചെയ്യുന്നതിനനുസരിച്ച് കേട്ടോ. പക്ഷേ ബേസിക് ആയിട്ടുള്ള രീതിയിൽ നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാനൊക്കെ സാധിക്കുന്നതാണ് കണ്ടോ. ഞാനിപ്പോൾ ആ ഒരു മൊബൈലിൽ സൂം ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇവരുടെ ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ അടിപൊളിയാണ് കേട്ടോ. ഈ ക്യാമറയെ ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു മൊബൈൽ ആപ്പിലൂടെ തന്നെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നൈറ്റ് വിഷൻ മോഡ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്മാർട്ട് നൈറ്റ് വിഷൻ മോഡ്, കളർ നൈറ്റ് വിഷൻ മോഡ്, ഇൻഫ്രാറെഡ് മോഡ്, അങ്ങനെയുള്ള പല മോഡുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രൈവസി മോഡുണ്ട്. പിന്നെ മെമ്മറി കാർഡ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഒരു 128 GB ആണ്. അപ്പോൾ അതിവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓട്ടോ ക്രൂസ് ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ക്രൂസ് എന്ന് പറയുമ്പോഴത്തേക്കും 2 മോഡുണ്ട്. പനോരമിക് ക്രൂസും കൊടുത്തിട്ടുണ്ട്, ഫേവറേറ്റ് ക്രൂസും കൊടുത്തിട്ടുണ്ട്. ഇത് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് കണ്ടോ. എല്ലാ നോട്ടിഫിക്കേഷനും നമുക്ക് കാണാൻ പറ്റും. അത് കറക്റ്റായിട്ട് ഹ്യൂമൻ ഡിക്റ്റേറ്റഡ് എന്ന് തന്നെ പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. ഇപ്പോൾ നമ്മളൊരു നോട്ടിഫിക്കേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് തന്നെ തിരിച്ചു പോയിട്ട് ആ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ആ ഒരു DSLR ക്യാമറയിൽ ഈ CCTV ക്യാമറ കാണാൻ സാധിക്കുന്നുണ്ടാവും. പക്ഷേ വളരെ മങ്ങിയായിരിക്കും കാണുന്നത്. കാരണം ഈ ഒരു റൂമിൽ ലൈറ്റ് കുറച്ച് കുറവാണ്. പക്ഷേ എന്നാലും വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇത് കണ്ടോ, അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു റൂം നല്ല രീതിയിൽ ലൈറ്റപ്പ് ചെയ്തായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ ഒരു ക്യാമറയിൽ നമുക്ക് സൈറൻ അടിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ക്യാമറയുടെ അടുത്താണ് നിൽക്കുന്നത്. കണ്ടോ, ഈ ഒരു രീതിയിൽ സൈറൻ അടിപ്പിക്കാൻ ഈ സ്പോട്ട് ലൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതേപോലെ നമുക്ക് സ്പോട്ട് ലൈറ്റ് തെളിയിക്കാൻ പറ്റും കണ്ടോ. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്കിവിടെ സൗണ്ട് ആൻഡ് ലൈറ്റ് റെസ്പോൺസിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഞാനിവിടെ ടിക്ക് ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ. എല്ലാ ടിക്കുകളും ഞാൻ ഇട്ട് വെച്ചു. എന്നിട്ട് ഈ ഒരു ക്യാമറയുടെ മുമ്പിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നടക്കുവാണ് കണ്ടോ. അപ്പോൾ ആ ഒരു ക്യാമറ എന്നെ ഡിക്റ്റേറ്റ് ചെയ്തിട്ട് ലൈറ്റ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിവിടെ കാണുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചിടാം കണ്ടോ. ഞാനിപ്പോൾ ഇതെല്ലാം ഓഫ് ചെയ്യാം. നമ്മൾ സൈറൻ ഓഫ് ചെയ്തെന്ന് പറഞ്ഞാലും കുറച്ച് നേരത്തേക്ക് ആ സൈറൻ അടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ. ഞാനിപ്പോൾ എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് നേരത്തേക്ക് അത് അതുപോലെ തന്നെ നിൽക്കും. അതിനുശേഷം തന്നെ അത് ഓഫായി പോകും. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇത് ഓൺ ആക്കുന്ന സമയത്ത് നമുക്കത് എല്ലാ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സമയത്തേക്ക് മാത്രമായിട്ട് അത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇതാണ് ഈ ഒരു ക്യാമറയുടെ നൈറ്റ് വിഷൻ വീഡിയോ ക്വാളിറ്റി. ഇപ്പോൾ ഇത് ഇൻഫ്രാറെഡ് ക്വാളിറ്റിയാണ് നിങ്ങൾ കാണുന്നത്. ഈ ഒരു ക്യാമറ കളർ ക്യാമറയും കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കളർ മോഡിലേക്ക് ഇടാൻ സാധിക്കുന്നതാണ്. എപ്പോഴും സ്മാർട്ട് മോഡിൽ ക്യാമറ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും. ആരെങ്കിലും വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് കളറിലേക്ക് സ്വിച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിലൊരു ഫീമെയിൽ DC പോർട്ട് വരുന്നുണ്ട്. നമ്മളതാണ് നമ്മുടെ അഡാപ്റ്ററിലേക്ക് കണക്ട് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ Cat 6 നെറ്റ്വർക്ക് കേബിൾ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇത് വയർഡായിട്ട് മോഡത്തിലേക്കൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ NVRലേക്ക് നമുക്ക് ഈ ക്യാമറയെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ക്യാമറ വെച്ചതുപോലെ തന്നെ 2 കോളംസ് NVRൻ്റെ ഫില്ലാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഈ ക്യാമറ വയ്ക്കുവാണെങ്കിൽ നമ്മൾ വിദേശത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പേരൻസുമായിട്ടോ അല്ലെങ്കിൽ കുട്ടികളുമായിട്ടൊക്കെ നമുക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഈ ഒരു ക്യാമറ ഇപ്പോൾ വെച്ചിരിക്കുവാണ്. അൺഫോർച്യുനേറ്റ്ലി ഒരു കള്ളൻ നമ്മുടെ വീട്ടിലോട്ട് വന്ന് കയറുവാണെന്നുണ്ടെങ്കിൽ റിയൽ ടൈം നമ്മുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരും. ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഈ റെഡ് ലൈറ്റും ഈ ബ്ലൂ ലൈറ്റും അവിടെ ഇങ്ങനെ മിന്നി തെളിയുന്ന രീതി സെറ്റ് ചെയ്യാം. താഴെയുള്ള സ്പോട്ട് ലൈറ്റ് ഒറ്റയടിക്ക് തെളിയും. അതുപോലെ തന്നെ ബാക്ക് സൈഡിലുള്ള സ്പീക്കറിൽ നിന്ന് അലാമും അടിക്കും. ഇങ്ങനെ ഈ ഒരു പരിപാടി നമുക്ക് ഈ ക്യാമറയിൽ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇതിനുള്ളിലുള്ള എല്ലാ സെറ്റിങ്സും നമ്മുടെ മൊബൈൽ ആപ്പിലൂടെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാം. നമുക്ക് ഓണാക്കാനും ഓഫാക്കാനും പറ്റും. അതുപോലെ അത് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും വലിയ ടെക്നിക്കൽ പരിജ്ഞാനമൊന്നും ആർക്കും വേണ്ട. ഇത് ടെക്നീഷ്യനൊന്നും വരേണ്ട ഒരു ആവശ്യമില്ല. അത് സെറ്റിങ്സ് ഓണാക്കാനോ ഓഫാക്കാനോ ഒന്നും തന്നെ നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്യാനുള്ളേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്നാണത് നിങ്ങൾ ഈ ഒരു സാധനം പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ കാര്യങ്ങളിലെല്ലാം ട്രെയിനിങ് തരും. അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ റിമോട്ട് സപ്പോർട്ടും കൊടുക്കാറുണ്ട് എല്ലാവർക്കും. അപ്പോൾ ഇത് വളരെ കുറഞ്ഞ ചിലവാണ് വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ H9C ഇപ്പോൾ കിട്ടാനില്ല. അതുപോലെ തന്നെ അതിൻ്റെ ഒന്നും പ്രൈസിൻ്റെ 7 ഇലത്ത് പോലും ഇതിൻ്റെ പ്രൈസ് വരുന്നില്ല. അത് H9C ലാസ്റ്റത്തെ ബാച്ചൊക്കെ ഞങ്ങളുടെ ഇവിടുന്ന് സെയിലാക്കിയത് ഏതാണ്ട് 10,500 ആ റേഞ്ചിലായിരുന്നെങ്കിൽ ഈ ഒരു ക്യാമറ നമുക്കൊരു 7,500 രൂപ
ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്രോക്സിമേറ്റ് ആണ് ഞാൻ പറഞ്ഞത്, എക്സാക്റ്റ് പ്രൈസ് അല്ല. എന്നാലും അതിനേക്കാൾ ഒരു 3000 രൂപയോളം കുറവാണ് ഈ ഒരു ക്യാമറയ്ക്ക് വരുന്നത്. നിങ്ങൾ ഓൺലൈനായിട്ടൊക്കെ ഈ പ്രോഡക്റ്റ് എടുക്കുവാണെങ്കിൽ ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത് എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ കർണാടകയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഓൺലൈനായിട്ട് വരുവാണെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ പറ്റുവാണെങ്കിൽ, കാരണം നമ്മൾ മറ്റൊരു ഇലക്ട്രോണിക് ഉപകരണം എടുക്കുന്ന പോലെയല്ല ഒരു ക്യാമറ എടുക്കുമ്പോൾ അത് 24 മണിക്കൂർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊരു ലോക്കൽ സപ്പോർട്ടിന് ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. കാരണം ഈ ഒരു ക്യാമറയുടെ ഇൻസുലേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലും വിളിച്ചാൽ തന്നെ അവർക്കൊരു 1 ഡേ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് നമ്മളത് ഇൻസുലേഷൻ ചെയ്ത് വയ്ക്കുന്നത്. പിന്നെ അവർ തന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും ക്യാമറയുടെ കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് തന്നെ നോക്കാൻ പറയും. അപ്പോൾ നിങ്ങൾ ഈ ക്യാമറ പർച്ചേസ് ചെയ്ത സ്ഥലത്തേക്ക് തന്നെ തിരിച്ചയക്കേണ്ടി വരും. ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ലോക്കൽ ഷോപ്പുകളിൽ നിന്നോ അതുപോലെ തന്നെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഞങ്ങൾക്ക് എന്തായാലും ഓൾ ഇന്ത്യ ഡെലിവറി നമുക്കുണ്ട്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് തരാൻ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റലേഷൻ ടൈമിൽ നിങ്ങൾക്ക് നമ്മൾ സപ്പോർട്ട് തരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ കോർഡിനേറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസിന് വേണ്ടി നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.